നമുക്കറിയാം DYFIയും യൂത്ത് കോൺഗ്രസും മറ്റ് ഏതൊരു യുവജന പ്രസ്ഥാനങ്ങളെക്കാളും അധികം കേരളത്തിലധികം ശക്തിയും സ്വാധീനമുള്ളവരാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള യുവജന നയങ്ങളുണ്ട്. പക്ഷെ കേരള സർക്കാർ ഇന്നത്തെ യുവജന നയം, യൂത്ത് കോൺഗ്രസ് എന്തൊക്കെയാണ് ഫാൾട്ടാണ് ഇതിൽ കാണുന്നത്? സർക്കാർ അങ്ങനെ നയമുണ്ടോ ശരിക്കും? നിങ്ങൾ പറഞ്ഞതാണ് ശരി. കേരളത്തിലെ ഗവൺമെന്റിന് ഒരു യുവജന നയമുണ്ടോ എന്നൊരു കാര്യത്തിന് ആരോട് ചോദിച്ചാലും എനിക്ക് ആ കാര്യത്തിൽ തർക്കമില്ല. രണ്ടാമതൊരു മറുപടിയില്ല. ഇന്നത്തെ പത്രത്തിലൊരു വാർത്ത വന്നു, 8 PSC റാങ്ക് ലിസ്റ്റുകൾ റദ്ദാക്കാൻ വേണ്ടി പോവുകയാണ്. കേരളത്തിലെ അനുദിനം ഏറ്റവും വലിയ ഭീഷണി വരുന്ന ഒരു സംഭവമാണ് തൊഴിലില്ലായ്മ. പ്രൊഫഷണൽ രംഗത്തും അതുപോലുള്ള മറ്റ് വിദ്യാഭ്യാസ മേഖലകളിലും അനുദിനം നിരവധി ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഈ രംഗത്ത് തൊഴിൽ തേടി പോകുമ്പോൾ ഒരുപാട് സർക്കാരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥാപനങ്ങളിൽ, അനുബന്ധ സ്ഥാപനങ്ങളിൽ ഒരുപാട് PSC PSCക്ക് റിപ്പോർട്ട് ചെയ്യാത്തതല്ലാതെ PSCയിൽ ഒഴിവില്ലാത്ത ഒരു സാഹചര്യം. ഒരു നയം ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കേരളത്തിലെ ചെറുപ്പക്കാരെ കുറിച്ച് ഒരു ദിശാബോധം ഇന്നത്തെ ഗവൺമെന്റ് ഉണ്ടായിരുന്നെങ്കിൽ ആ രംഗത്ത് കുറെ കൂടി മുമ്പോട്ട് പോകുവാൻ ഒരു ഗവൺമെന്റിന് സാധിക്കുമായിരുന്നു. അതല്ലെങ്കിൽ ആ ഗവൺമെന്റിന്റെ അകത്ത് സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒരു കക്ഷിയാണ് നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച DYFI. അവരും ഈ രംഗത്ത് യാതൊരു തരത്തിലുള്ള ഇടപെടലും നടത്തിയതായി കാണുന്നില്ല. യൂത്ത് കോൺഗ്രസിനെതിരെ ഇതുവരെ പ്രതികരിക്കാഞ്ഞത് എന്തുകൊണ്ടാണ്? യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ ഈ ഭരണം അവസാനിക്കാൻ പോവുകയാണ്, ഇതുവരെയായിട്ട് ഇങ്ങനെ ഒരു നയമില്ല എന്ന് തിരിച്ചറിയുകയും അതിനെതിരെ എന്തെങ്കിലും ഒരു പ്രവർത്തനങ്ങളോ പ്രക്ഷോഭങ്ങളോ? നിരവധി പ്രക്ഷോഭങ്ങളാണ്. ഞങ്ങളെ ബഹുമാന്യരായ സംസ്ഥാന തലത്തിലെ 14 ജില്ലകളിലെ നിരവധി പ്രവർത്തകർ സംസ്ഥാന സർക്കാരിന്റെ യുവജന നയങ്ങൾക്കെതിരായിട്ട് സമരം നടത്തുകയും വളരെ പൈശാചികമായ രീതിയിൽ പോലീസ് അവരെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ജനങ്ങൾക്ക് തന്നെ ഈ ഗവൺമെന്റിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുണ്ട്. ഒരു യുവജന സംഘടന എന്നുള്ള നിലയിൽ ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള കടമകളുമായി മുമ്പോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ ഒരു സമര രീതി എന്താണ്? എങ്ങനെയുള്ള സമര രീതിയാണ് നിങ്ങൾ മുമ്പോട്ട് പോകുന്നത്? ഞങ്ങൾ അക്രമ സമരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സമര രീതിയോട് പൂർണ്ണമായിട്ടും യോജിപ്പില്ലാത്ത ഒരു സംഘടനയുടെ പക്ഷത്ത് നിൽക്കുന്നതാണ്. ഞങ്ങളൊരു കോൺഗ്രസിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്നവരാണ്. പൂർണ്ണമായിട്ടും ഗാന്ധിയൻ രീതിയിലുള്ള സമരത്തോടാണ് ഞങ്ങളുടെ മുൻകാല നേതാക്കന്മാരും ഞങ്ങളുടെ നിലവിലുള്ള ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരും ആ തരത്തിലുള്ള സമരവുമായി മുമ്പോട്ട് പോകാൻ അതല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഗാന്ധിയൻ രീതി ഒരുപക്ഷെ 100% ഞങ്ങൾ പിന്തുടരുന്നു എന്നൊരു അവകാശവാദം ഞങ്ങൾക്കില്ല. ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ടാവും. ഒരു സമര രംഗത്ത് നിൽക്കുമ്പോൾ ആ സമര രംഗത്ത് ഞങ്ങളെ തടയാൻ വരുന്ന പോലീസ് അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വരുന്ന ഒരു സംവിധാനം ഉണ്ടാകുമ്പോൾ ചില പ്രവർത്തകർ അതിന്റെ ഇടയിൽ ആ രീതിയിലുമായി മുമ്പോട്ട് പോയിട്ടില്ല എന്ന് പറയുന്നില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഒരുപാട് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷ സർക്കാരിന്റെ തെറ്റായ യോജന നയങ്ങൾക്കെതിരെ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് കളക്ടറേറ്റ് ഉപരോധ സമരം നടത്തി. ഒരു തരത്തിലുള്ള പ്രകോപനവും ഇല്ലാതെ ഒരു കോൺഗ്രസ് നേതാവായ ശ്രീ കുണ്ടാർ ബാലനെ കൊലപ്പെടുത്തിയ പ്രതിയുമായി ആ വഴി പോലീസ് കടന്നു. സ്വാഭാവികമായിട്ടും ചെറിയ തോതിലുള്ള ഒരു വിഷയങ്ങളുണ്ടായിരുന്നു. പക്ഷെ പോലീസ് ഞങ്ങളോട് കാണിച്ചത് ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചേർത്ത് ഒരു പ്രതിയെ തടഞ്ഞു നിർത്തി അത്തരത്തിലുള്ള ഇല്ലാത്ത കഥകൾ കെട്ടിച്ചമച്ചാണ് ഞങ്ങളുടെ പേരിൽ കേസെടുത്തിട്ടുള്ളത്. അപ്പോൾ ചില ഏറ്റക്കുറച്ചിലുകൾ സംസ്ഥാനത്ത് നടക്കുന്ന സമരങ്ങളിൽ യൂത്ത് കോൺഗ്രസ് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഒരു നേതൃരംഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഈ സമരത്തോടുള്ള കാഴ്ചപ്പാട് എന്ന് പറയുന്നത് പൂർണ്ണമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഗാന്ധിയൻ രീതിയിലുള്ള സമരത്തോടാണ്. നമുക്കറിയാം, കാസർഗോഡ് ജില്ലയിൽ കോൺഗ്രസും ലീഗും ഒക്കെ ഉൾപ്പെടുന്ന UDF അതിൽ MLA എടുത്തു നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ മറ്റു തരത്തിലുള്ള പ്രവർത്തനം എടുത്തു നോക്കിക്കഴിഞ്ഞാലും മിക്കവാറും ലീഗാണ് UDF മേൽക്കൈ നേടുന്നത്. കോൺഗ്രസ് ഒരു 2ാം സ്ഥാനം എന്ന് പോലെയാണ് നമുക്ക് തോന്നുന്നത് തന്നെ. അപ്പോൾ യൂത്ത് കോൺഗ്രസും അങ്ങനെയാണോ? ജില്ലയിൽ യൂത്ത് ലീഗും ഏറ്റവും മികച്ചത്, UDFയിൽ ഏറ്റവും മികച്ച യുവജന സംഘടന, യൂത്ത് കോൺഗ്രസ് ഒരു 2ാം കിട സംഘടന, അങ്ങനെ രീതിയിൽ എന്തെങ്കിലും ഒരു ഇമേജ് ഉള്ളതായിട്ട്? കാസർഗോഡ് ജില്ലയിലെ UDFന്റെ അകത്ത് 1ാമത്തെ കക്ഷി 2ാമത്തെ കക്ഷി എന്ന ഒരു മനസ്സുമായി ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾക്ക് 1968 മുതൽ ഒരു സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അതിൻ്റെ അകത്ത് ഏറ്റക്കുറച്ചിലുണ്ട്. ഈസ്റ്റ് വളരി പഞ്ചായത്ത്, കാസർഗോഡ് ജില്ലയിലെ 40 പഞ്ചായത്തുകളിൽ ഒരു പഞ്ചായത്താണ് ഈസ്റ്റ് വളരി പഞ്ചായത്ത്. അവിടെ UDFന്റെ അകത്ത് നിൽക്കുന്ന 99% ആളുകളും കോൺഗ്രസ്സുകാരാണ്. അതേ അവസരത്തിൽ മംഗൽപാടി എടുക്കുമ്പോൾ അവിടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച തരത്തിലുള്ള ഒരു ഭൂരിപക്ഷം UDFന് കിട്ടുന്ന ഒരു പഞ്ചായത്താണ് ആ പഞ്ചായത്ത്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ്. പക്ഷെ മംഗൽപാടിയിൽ എടുത്ത് നോക്കുമ്പോൾ അവിടെ മുസ്ലിം യൂത്ത് ലീഗിന്റെ മാതൃസംഘടനയായ മുസ്ലിം ലീഗിന് കുറച്ച് ഒരു മേൽക്കൈയുള്ള ഒരു സ്ഥലമാണ് മംഗൽപാടി പഞ്ചായത്ത്. ഞാൻ 2 പഞ്ചായത്ത് മാത്രം എടുത്തു പറഞ്ഞില്ല. നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യം, UDFിലെ കക്ഷികൾ ആരാണ് വലുത് ചേർന്നത്? ഞങ്ങൾ ഒരു മനസ്സുമായി കാസർഗോഡ് ജില്ലയിലെ ജനപക്ഷത്ത് നിന്ന് മുമ്പോട്ട് പോകുന്ന ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകളാണ്. സംസ്ഥാനത്ത് നമ്മുടെ MLA കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാലും മറ്റ് പല ജനപ്രതിനിധികളെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാലും കാസർഗോഡ് ജില്ലയിൽ കോൺഗ്രസിന് ഉണ്ടായിട്ടുള്ള നേട്ടം, പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിന് ഉണ്ടായിട്ടുള്ള നേട്ടം
പ്രത്യേകിച്ച് UDF-ന്റെ 2 MLA-മാർ, അതും ലീഗിന്റെ MLA-മാരാണ്. കോൺഗ്രസിന് ഒരു അസ്തിത്വം വേണ്ടത്ര ഉറപ്പിക്കുന്ന ഒരു MLA പോലും ഒരു ഇല്ലാത്തതാണല്ലോ നമ്മൾ കണ്ടുവരുന്നത്. ആർക്കും ലീഗിനാണല്ലോ ഇവിടെ ഒരു മേൽക്കൈയുള്ളതായിട്ട് നിരീക്ഷകർ വിലയിരുത്തുന്നത്. അപ്പോൾ നിങ്ങളുടെ സഹോദര പ്രസ്ഥാനമായിട്ടുള്ള യൂത്ത് ലീഗും അങ്ങനെയാണോ എന്നാണ് ഞാൻ ആശങ്ക. നിങ്ങൾക്കറിയാം, രാഷ്ട്രീയത്തിലെ കഴിഞ്ഞ ഗവൺമെന്റുകൾ മാറി മാറി വരുന്ന സമയത്ത് കേരളത്തിലെ 14 ജില്ലകളിൽ ഈ തരത്തിലുള്ള അനുവാദം വെച്ച് നോക്കാറില്ല. MLA-മാർ ആരാണ് എന്നതല്ല ഞങ്ങളുടെ മുമ്പിലെ വിഷയം. കേരളത്തിലെ 40 MLA-മാരാണ് ഞങ്ങളുടെ സ്വത്ത്. അതല്ലാതെ ആ MLA ഏത് പാർട്ടി എന്നതിനെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യാറില്ല. യൂത്ത് കോൺഗ്രസ് തന്നെ ഇപ്പോൾ ജില്ലയിൽ സ്ഥിരമായി യോഗം ചേരാറുണ്ടല്ലോ. യൂത്ത് കോൺഗ്രസ് പല ജില്ലകളും പലപ്പോഴായിട്ട് പത്രവാർത്തകൾ വായിച്ചു നോക്കുന്ന സമയത്ത് യൂത്ത് കോൺഗ്രസിന്റെ യോഗം എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ ഇങ്ങനെ അല്പം ഒരു ചിരിയോടുകൂടി, ഒരു ചിലപ്പം പരിഹാസത്തോടു കൂടി, കാരണം മിക്കവാറും യോഗങ്ങളൊക്കെ അടിയിലാണ് കലാശിക്കുന്നത്. ഇപ്പൊ അടുത്ത കാലത്ത് അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ എന്തുകൊണ്ടാണ് ഒരു പരസ്പരം ചേരാത്തവർ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ ഈ പറഞ്ഞ സംഭവങ്ങൾ കഴിഞ്ഞ് കുറച്ചു കാലം മുമ്പുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ സംഘടനകത്ത് വളരെ കൃത്യമായിട്ട് ദൈനംദിന കാര്യങ്ങൾ പോലും നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ ദൈനംദിന കാര്യങ്ങൾ പോലും നിരീക്ഷിക്കുന്നതിന് ബഹുമാന്യനായ ശ്രീ രാഹുൽ ഗാന്ധിയുടെ വളരെ സജീവമായിട്ടുള്ള സാന്നിധ്യം രംഗത്തുണ്ട്. അദ്ദേഹം കേരളത്തിലെ മാത്രമല്ല, അദ്ദേഹത്തിന് ഒരുപക്ഷെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെക്കാളും യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ KSUമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നേതാക്കന്മാരോട് സമ്പർക്കം പുലർത്തിക്കൊണ്ട് ഓരോ ദിവസവും അനുദിനം രാഷ്ട്രീയ രംഗത്ത്, കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് യൂത്ത് കോൺഗ്രസിന്റെ സാന്നിധ്യം എന്താണെന്ന് അദ്ദേഹം അറിയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു നേതൃത്വത്തിന്റെ കീഴിൽ ആ നേതൃത്വത്തെ 100% അംഗീകരിക്കുന്ന പ്രവർത്തകർ ഈ സംഘടനക്കകത്തുണ്ടെങ്കിൽ ഇതിനൊരു അഭിപ്രായ വ്യത്യാസത്തിന്റെ വശം വരുന്നില്ല. ആ നേതൃത്വത്തെ 100% അംഗീകരിക്കാൻ രാജ്യത്തുള്ള മുഴുവൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തയ്യാറാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ആ ഫോറത്തിൽ പറഞ്ഞു തീർക്കാനുള്ള സംവിധാനം നിലവിലുണ്ട്. നമുക്കറിയാം, തീർച്ചയായിട്ടും ഈ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റും അതുപോലെ പള്ളിക്കര ഗ്രാമപഞ്ചായത്തിലെ മെമ്പറുമായിട്ടുള്ള ഹക്കീം കുന്നിൽ, യുവ നേതാവ്, അദ്ദേഹം കൂടെ സൂചിപ്പിച്ചപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ നില സംസ്ഥാനത്തും പൊതുവെ അല്പം മെച്ചപ്പെട്ട രീതിയിലാണ് കാണുന്നത്. നേരത്തെ പലപ്പോഴും അടിയിൽ കലാശിക്കുന്ന യോഗങ്ങൾ അതും തമ്മിൽ ചേരാത്തവർ എങ്ങനെ നാട് നന്നാക്കും എന്ന് ഒരുപക്ഷെ വായിക്കുന്ന ആൾക്കാർ ചിന്തിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് വളരെയധികം മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. എന്നിരുന്നാലും നമ്മൾ മറ്റ് ചില സംഘങ്ങളുമായി തട്ടിച്ചു നോക്കുന്ന സമയത്ത് ഇപ്പോൾ DYFI കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിൽ കേരളമെമ്പാടും മരം നടുകയുണ്ടായി. DYFI ഭരിക്കുമ്പോൾ മരവും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സമരവും എന്ന രീതിയിൽ പല കാർട്ടൂണുകളും അതിന് അനുബന്ധമായി വരികയുണ്ടായി. അപ്പോൾ യൂത്ത് കോൺഗ്രസ് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രവർത്തനം നടത്തുകയുണ്ടായോ? നേരത്തെ സൂചിപ്പിച്ച ആ ദിനത്തില് ദിനത്തില് കേരള സർക്കാരിന്റെ വകയായി തന്നെ ഞങ്ങൾക്ക് ഏകദേശം 1500 പരം വ്യത്യസ്ത തലത്തിലുള്ള തൈകൾ ഞങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. ഈ തൈ ഏറ്റുവാങ്ങുന്നത് വനം വകുപ്പിന്റെ നഴ്സറി, ഇപ്പം പള്ളിക്കര, നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പള്ളിക്കര പഞ്ചായത്തിലെ പൂച്ചക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞങ്ങളും അവിടെ പോയി തൈകൾ ശേഖരിച്ച് നാടിന്റെ വിവിധ മേഖലകളിലും വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. DYFI ഉണ്ടാവാം, യൂത്ത് ലീഗ് ഉണ്ടാവാം, ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പോഷക സംഘടനകൾ ചെയ്യണ്ടാവും. അത് DYFI മാത്രം ചെയ്തു എന്ന് അവകാശത്തോട് ഞങ്ങൾ യോജിക്കുന്നില്ല. അങ്ങനെയല്ല, DYFI വിപുലമായ ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. നിങ്ങളൊരു പക്ഷെ ശ്രദ്ധിക്കാത്തതായിരിക്കാം. ഞങ്ങൾ നടത്തിയിട്ടുണ്ടെന്നത് ഞാനൊരു വെറും വാക്കായി പറയുന്നത്. ഇത് വനം വകുപ്പിന്റെ കീഴിലുള്ള രേഖകൾ പരിശോധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന യുവജന സംഘടനകളൊക്കെ എങ്ങനെ പരിസ്ഥിതിയിലേക്ക് വല്ലാണ്ട് ആകർഷിക്കപ്പെടാൻ, യുവജന സംഘടന മാത്രമല്ല മറ്റ് പല സംഘടനകൾ, ഇപ്പോൾ SSF അത് പോസ്റ്ററുകൾ വ്യാപകമായ നാട്ടിലെമ്പാടുണ്ട് മരം നടുന്നതിനെ കുറിച്ചിട്ട്. നേരത്തെ സോഷ്യൽ ഫോറസ്റ്റ് വകുപ്പും അതുപോലെ പരിസ്ഥിതി സ്നേഹികളും ചില വിദ്യാലയങ്ങളും മാത്രം നടന്നിരുന്ന ഈ പരിസ്ഥിതി ദിനം ഒറ്റയ്ക്ക് യുവജന സംഘങ്ങളൊക്കെ ഏറ്റെടുത്തതിന് പിന്നിൽ എന്തെങ്കിലും ഒരു നാട് നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് ഈ രംഗത്ത് കണ്ടുവരുന്നത്. ഒരു കൂട്ടമായ മുന്നേറ്റം ഈ രംഗത്ത് ആവശ്യമാണെന്ന് യുവജന രാഷ്ട്രീയ രംഗത്തും നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച രംഗത്തുള്ള ആളുകൾ തിരിച്ചറിഞ്ഞാൽ അത് നാടിനോട് ചെയ്യുന്ന നല്ലൊരു കാര്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങളും മറ്റ് സംഘടനകളും ആ രംഗത്ത് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നതിന് നിങ്ങളെപ്പോലുള്ള ആളുകൾ കൈ മൈ മറന്ന് സഹായിക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയുന്നത്.